നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടിക്കർഷകരായ മാത്യുവിൻ്റെയും ജോർജിൻ്റെയും 13 പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ പ്രതികരിച്ച് നടൻ ജയറാം. കഴിഞ്ഞ 20 വർഷത്തിന് മുകളിലായി പശുക്കളെ വളർത്തി ഫാം നടത്തുന്നയാളാണ് ഞാൻ. ഈ കുട്ടികൾക്കുണ്ടായ അതേ അവസ്ഥയാണ് അന്ന് 20 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഫാമിലും ഉണ്ടായത്. ഏകദേശം 6 വർഷം മുമ്പ് 22ഓളം പശുക്കളാണ് നിമിഷനേരം കൊണ്ട് ചത്തുവീണത്. ഇപ്പോഴും അതിൻ്റെ കാരണം വ്യക്തമല്ല. സർക്കാരിൻ്റെ സഹായത്തിൽ പല ലാബുകളിൽ പരിശോധന നടത്തുകയും സാമ്പിൾ എടുക്കുകയുമൊക്കെ ചെയ്തു. വിഷം ബാധിച്ചാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഏതു വിഷമാണ്, ഏത് ഇലയിൽ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു ജയറാം പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുള്ളതും അതുതന്നെയാണ്. അവർ പറയുന്നത് കപ്പത്തണ്ടിയിൽ ഉണ്ടായ സയനൈഡിൻ്റെ അംശമാണെന്നാണ്. അതേസമയം ഞാൻ എൻ്റെ വീട്ടിൽ നട്ടുവളർത്തുന്ന പുല്ലാണ് പശുക്കൾക്ക് കൊടുത്തിരുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരുന്ന് കരഞ്ഞത് എത്ര നേരമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദനയും മനസ്സിലാക്കാം. എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ് പശുക്കളും. ബാംഗ്ലൂരിലും കൃഷ്ണഗിരിയിലും ധർമ്മപുരിയിലും ഓരോ വീട്ടിലും കയറിറങ്ങി കഴിഞ്ഞ 18 വർഷമായി ഞാൻ വാങ്ങിയ പശുക്കളാണ്. അതിനോരോന്നിനും പേരിട്ടിരിക്കുന്നത് എൻ്റെ മക്കളാണ്. അപ്പോൾ അവ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കുട്ടികൾക്ക് ധനസഹായം ബാങ്ക് അക്കൗണ്ടിലിട്ട് കൊടുത്താൽ മതി. പക്ഷേ നേരിട്ട് കുട്ടികളെ സമാധാനിപ്പിക്കണം. കാരണം എനിക്കുണ്ടായ വേദന അവർ അനുഭവിക്കുമ്പോൾ അവരെ ഒന്ന് സമാധാനിപ്പിക്കുകയും ഒരു തുക അവർക്ക് കൈമാറാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ സഹായം അവർക്ക് ലഭിക്കുകയും നാളെ ആ കുട്ടികൾക്ക് 100 പശുക്കളുള്ള ഒരു തൊഴുത്ത് അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും.